ഓ அப்படியா മാറിയില്ല. ജോണി ആന്റി ചേട്ടനൊക്കെ പോലെ ഒരു അച്ഛനെ കിട്ടാന്നൊക്കെ പറഞ്ഞല്ലോ, സ്വപ്ന തുല്യമാണ് അല്ലെ? അങ്ങനെ ഒരു അച്ഛനൊക്കെ റിയൽ ലൈഫിൽ ഉണ്ടാവുക പറഞ്ഞാൽ നമ്മുടെ അച്ഛന്മാരോടൊക്കെ നമ്മൾ ജോണി ആന്റി ചേട്ടനോട് സിനിമയിൽ പറയുന്ന ഡയലോഗ് പറഞ്ഞാൽ അപ്പൊ കിട്ടും. അപ്പൊ ലെറ്റ് മീ വെൽക്കം ദി വൺ ആൻഡ് ഓൺലി മേച്ചു എന്ന് ജോണി ആന്റണി ചേട്ടൻ വിചാരിക്കുമോ എന്നെനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. എന്നാലും ഞാൻ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളെന്ന നിലയിൽ to do the honors, to bless us, Cake Story യുടെ cast and crew നെ bless ചെയ്യാനും best wishes പറയാനും let me welcome actor, director, script writer Johnny Anthony onto the stage. Johnny. So please. ബഹുമാനപ്പെട്ട സെൻട്രൽ മിനിസ്റ്റർ, ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്തായാലും ബാബുവാനിക്ക് ശേഷം ജൂണിയാനിക്ക് ഒരു അവസരം കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ബീനാന്റിനെ സിനിമയ്ക്ക് വിളിച്ചതാണ്, വരാൻ പറ്റിയില്ല. അങ്ങനെ ആന്റണിമാരൊരു പഠനമുണ്ട് സിനിമയിൽ. എന്തായാലും ഞാനായി എൻ്റെ സിനിമയുടെ തുടക്കകാലത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും സംവിധാന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച് മദ്രാസിൽ നിൽക്കുന്ന സമയത്ത് അന്നൊരു നവാഗത സംവിധായകർ ഉണ്ടാകുന്നു. നമ്മൾ നോക്കുമ്പോൾ ആരാണ്? സുനിൽ കാരന്തൂർ. ചിത്രം പ്രിയപ്പെട്ട ഗപ്പു, തങ്കച്ചൻ ദേവസാചാരൻ്റെ മോൻ നിർമ്മിക്കുന്ന സിനിമ. ആ സിനിമ ജഗദീഷേട്ടനൊക്കെ അഭിനയിച്ചു, നല്ല പാട്ടുകൾ, പണം ഭയങ്കര ഹിറ്റായി. അത് എനിക്ക് തോന്നുന്നു അത് ചെയ്ത സിനിമ മാനന്തകോട്ട. അന്ന് നമ്മൾ അസിസ്റ്റൻ്റായി. അപ്പോൾ മാനന്തകോട്ട ഭയങ്കര ഹിറ്റാണ്. അതിലൂടെ ദിലീപ് എന്ന് പറയുന്ന നടനൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. മെമ്മറിയുള്ള ദിലീപ് നല്ല റോളാണ്. നാദൃഷ, ഖുശ്ബു, സുരേഷ് ഗസ്റ്റ് അപ്പിയറൻസ്. അങ്ങനെ ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നെ എനിക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഗാന്ധാരി. മാധവി, ബാബുവായിട്ട് ടീം, ചാരുഹാസൻ സാറ്, അങ്ങനെ ഒരു വലിയ ടീം അഭിനയിച്ച സിനിമ. ഞാൻ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് ഒരുവിധം. അപ്പോൾ ആ ഒരു ബഹുമാനവും സ്നേഹവും ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ സുനിലേട്ടോട് എനിക്കുണ്ട്. അതിലെനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രതിഭ വെളിവാക്കാൻ പറ്റുന്ന, കാരണം ഒരുപാട് യൂട്യൂബ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംവിധായകൻ, ചില കാര്യങ്ങൾ അറിയാവുന്ന ഒരു സംവിധായകൻ, നമുക്ക് കൂടെ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ് എൻ്റെ സ്റ്റോറി റൈറ്ററൊക്കെ. മേജർ ദേവചേട്ടനുണ്ടായിരുന്ന സിനിമയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ അശോചേട്ടനോട് പ്രത്യേകം പറഞ്ഞു, ഞാൻ വരാൻ പറ്റില്ല. അശോചേട്ടൻ ഗംഭീരമുള്ളതാണ് സിനിമ ചെയ്തിരിക്കുന്നത്, നമ്മുടെ പരിപാടിയുടെ അശോചേട്ടൻ. അപ്പോൾ എന്തായാലും ഈ സിനിമ ഒരു വലിയ വിജയമാകട്ടെ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് കൊച്ചി ചിത്രം ഈ ഒരു സ്വീകരണം, ഈ ഒരു ഓപ്പണിംഗ് ഇവിടെ ലഭിക്കുന്നതിൽ ഇതിലൊരു അണിയറ പ്രവർത്തനം എന്നുള്ളതിൽ എനിക്കും അതിൻ്റെ അഭിമാനവും സന്തോഷവുമുണ്ട്. പ്രിയപ്പെട്ട സുനിലേട്ട, നിങ്ങൾക്കൊരു വലിയ വിജയം ഞാൻ ആശംസിക്കുന്നു. എന്നെ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയൊരു ഒത്തിരി സന്തോഷം. ഇവിടെ ഡയറക്ടേഴ്സ് ആരെങ്കിലും ഇപ്പോൾ പഠനം വെച്ചാൽ കുറവാണ്, കാരണം എന്നെ അടുത്ത പടത്തിലേക്ക് വിളിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച് ജോണി ചേട്ടാ. അടുത്തത് ഐ തിങ്ക്